നമസ്കാരം, IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ മേഘ. ഇന്ന് കുറച്ച് ആക്സസറീസും സാധനങ്ങളും വാങ്ങിക്കാനായിരുന്നു കേട്ടോ. ഇന്ന് മൊത്തത്തിൽ പർച്ചേസിംഗ് ഡേ ആണ്. അപ്പോൾ ഇഷയ്ക്കും എനിക്കും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. നൈസ് കളക്ഷൻസിലേക്കാണ് പോയത്. അവിടെ നല്ല വെറൈറ്റീസ് ഓഫ് കമ്മലും മാലയും നമുക്ക് ആവശ്യമുള്ളത് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണാം. ആദ്യമായിട്ട് വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു ചോക്കറാണ് കേട്ടോ, ലക്ഷ്മിമാല. ഇത് എനിക്ക് സാരിക്ക് പെയർ ചെയ്യാനാണ് കേട്ടോ, ഇഷമോളുടെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട്. ഇതന്നെ സ്റ്റഡ് സിമ്പിളാണ്, ചിലപ്പോൾ ഇത് ആയിരിക്കില്ല ഞാൻ പെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അന്നത്തെ എൻ്റെ ഒരു യുക്തി പോലെ ഞാനത് ചെയ്യും. നല്ല ഭംഗിയുണ്ട് അല്ലേ. അടുത്തതായിട്ട് വാങ്ങിച്ചത് ഒരു കുപ്പിവളയാണ് കേട്ടോ. എൻ്റെ സാരിയുടെ കളറ് ഏകദേശം ഇതാണ്. ഇതിനെ മഴത്തുള്ളി കുപ്പിവള എന്ന് പറയും. ഭയങ്കര ട്രെൻഡിയാണ്, ഒരുപാട് കളേഴ്സ് ഉണ്ട് അവിടെ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊട്ട്, ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊട്ട് തന്നെയാണ് പെയർ ചെയ്യാറുള്ളത്. മാക്സിമം ഇതന്നെ ആയിരിക്കും വാങ്ങിക്കുക. പിന്നെ എനിക്ക് ഒരു കമ്മല്, ഞാൻ അന്ന് ഒരു സൽവാർ സെറ്റ് കാണിച്ചിരുന്നല്ലോ, ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത്, അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മല്, മഴത്തുള്ളി പോലത്തെ ഒരു കമ്മല്, നല്ല ഭംഗിയുണ്ട്. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, ബിലോ 50 റുപ്പീസ് ഉള്ളൂ. പിന്നെ ഇഷമോൾക്ക്, ഇത് എനിക്കും ഇഷമോൾക്കും പെയർ ചെയ്യാം, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റഡ്. പിന്നെ ഇഷമോൾക്ക് ഒരു കുഞ്ഞൊരു കമ്മല് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായി തോന്നിട്ടോ. കളർ പോകുന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷെ അത്ര റേറ്റേ ഉള്ളൂ അതിന്. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ഊരി വെക്കാനൊക്കെ ചെയ്യണം, നനയ്ക്കരുത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. അതും ഇഷയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. കുറേ നാളായി അവൾ അങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് പറയുന്നു. പിന്നെ ക്യൂൺ കളറിന്റെ ഒരു നൂഡ് കളറ് നെയിൽ പോളിഷ്, Q58 ആണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ന്യൂഡ് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ക്യൂൺ കളറിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 24 റൂഹ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും കൂടുതൽ യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ ഒരു അരങ്ങേറ്റൊക്കെ അല്ലേ, കുറച്ചൊന്ന് ഗ്ലാമർ ആവാം എന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ മേക്കപ്പ് സെറ്റുകൾ ഉപയോഗിക്കാറില്ല. മേക്കപ്പ് പ്രോഡക്ട്സ് ഒരിക്കലും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആളെ അല്ല. കാരണം എനിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇതേ ലിപ്സ്റ്റിക് നമുക്ക് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. മസ്കാര ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്, ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുക, ഒറ്റ പ്രോഡക്ട്സ് കൊണ്ട് അതൊക്കെ കവർ ചെയ്യും കേട്ടോ. അപ്പൊ അതിന് പറ്റിയ ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതും. ഇനി അടുത്തതായിട്ട് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ആകെ കൂടി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു സംഭവം ഇതാണ്. ഇത് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്, പക്ഷെ ഞാൻ ഇത് ആ ഒരു ദിവസത്തേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇഷ്ടമോൾക്ക് ഒരു പ്രൊമോക്കൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പിന് വേണ്ടി മാത്രം. എനിക്ക് ആക്ച്വലി ഫേസിൽ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ്. ഒരു പ്രാവശ്യം ലൈഫിൽ ആദ്യമായിട്ടാണ് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ഒരു പ്രോഡക്ട്സും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യില്ല. കുട്ടികളുടെ ഹിമാലയയുടെ ബേബി പൗഡർ ഇല്ലേ, അത് മാത്രമാണ് കേട്ടോ ഞാനൊന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ കണ്ണ് എഴുതാനായിട്ട് ഐലൈനർ, പിന്നെ ഒരു പൊട്ടുതൊടും. ഇത്രയാണ് എൻ്റെ ഒരു മേക്കപ്പ്. കാരണം മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നു സൺസ്ക്രീൻ പോലും എനിക്ക് പേടിയായിട്ടാണ് ഉപയോഗിക്കാത്തത്. നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നും അപ്ലൈ ചെയ്യില്ല. നാച്ചുറൽ റെമഡീസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. ഫേസ് പാക്ക് ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക് ഒക്കെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ പിമ്പിൾസ് മാറ്റിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യാം, എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഞാൻ അതിനെ മാറ്റിയെടുത്തു എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇഷയ്ക്ക് പിന്നെ കുറച്ച് റിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ അരങ്ങേറ്റത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ്, പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 സെറ്റ് വള വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബ്ലൂ, പിങ്ക്, ഗോൾഡൻ കളറില് വള വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഒരു ചാർക്കോളിന്റെ ഒരു സോപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫേസ് എന്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കെയർഫുൾ ആയിരിക്കണം.
അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല ഒരു ഡൾനെസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് സ്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. അധികമൊന്നും വാങ്ങിച്ചില്ല. ആ കടയിൽ കയറി കണ്ടാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വാങ്ങിച്ചുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.